നമുക്ക് കാസർഗോഡത്തെ വിശേഷങ്ങൾ കൂടി അറിയാം, തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ കൂടി അറിയാം. അനൂപ് ചേരുകയാണ്. അനൂപ്, ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കാസർഗോഡ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി കോട്ട നിലനിർത്താൻ ഈ പറഞ്ഞതുപോലെ തിളക്കം കൂട്ടാനൊക്കെ ശ്രമിക്കുമ്പോൾ ഒരു തിരിച്ചു വരാനുള്ള ഒരു വരവ്, അതിനുവേണ്ടിയുള്ള ഭഗീരഥ പ്രയത്നത്തിലാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് അടക്കമുള്ള വലതുപക്ഷ സംഘടന. എന്തായാലും കാസർഗോഡ് കൊട്ടിക്കലാശം, സപ്തസംഗമ ഭൂമിയാണ് കൊട്ടിക്കലാശം. അതിൻ്റെ കളർ എത്രത്തോളമായി? കലാശക്കൊട്ടിൻ്റെ ആവേശോജ്വലമായ കാഴ്ചയാണ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി കാണാൻ കഴിഞ്ഞത്. കാസർഗോഡ് നഗരസഭയിലും കാഞ്ഞങ്ങാട് നഗരസഭയിലും നീലേശ്വരം നഗരസഭയിലും മറ്റ് ഗ്രാമപഞ്ചായത്തുകളിലെല്ലാം തന്നെ ആവേശോജ്വലമായ ഒരു പരിസമാപനമാണ് നമുക്ക് കലാശക്കൊട്ടിൻ്റെ വേളയിൽ കാണാൻ വേണ്ടി സാധിച്ചത്. കാഞ്ഞങ്ങാട് നഗരത്തിൽ ആവേശോജ്വലമായ പ്രകടനം കാഴ്ചവെച്ചുകൊണ്ടായിരുന്നു LDFൻ്റെ കലാശക്കൊട്ട് സമാപിച്ചത്. അതുപോലെ തന്നെ ആ സമയം തന്നെ BJPയുടെ കലാശക്കൊട്ടും മറുഭാഗത്തുകൂടി കടന്നു വന്ന് സമാപനത്തിലേക്ക് കടക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിച്ചു. എന്തായാലും വലിയ നിലയിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാസർഗോഡ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മാറിക്കഴിഞ്ഞു എന്നത് വ്യക്തമാക്കുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ആവേശകരമായി പ്രവർത്തകർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തടിച്ചുകൂടി വാദ്യമേളങ്ങളോടുകൂടി പ്രകടനമായി എത്തുന്ന കാഴ്ച കണ്ടു നിന്നവരെയെല്ലാം ആവേശത്തിലാഴ്ത്തി. നൂറുകണക്കിന് ആളുകൾ നഗരമധ്യത്തിലും റോഡ് പരിസരങ്ങളിലുമായി തടിച്ചുകൂടുകയുണ്ടായി. ഈ കലാശക്കൊട്ട് കാണുന്നതിന് വേണ്ടി 38 ഗ്രാമപഞ്ചായത്തുകൾ, അതുപോലെ തന്നെ 3 നഗരസഭകൾ, ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്കുള്ള വീറുറ്റ പോരാട്ടത്തിനാണ് ഇനിയുള്ള നിമിഷങ്ങൾ സാക്ഷ്യം വഹിക്കുന്നത്. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം, അമൃത ന്യൂസ്. കാസർഗോഡ് നിന്ന് അനൂപാണ് കൊട്ടിക്കലാശത്തിൻ്റെ വിശേഷങ്ങളുമായി ചേർന്നത്.